അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ തംരീനാത്തു നാമയിലാണ് നമ്മളുള്ളത് അല്ലേ? ഇതുവരെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇസ്മ മൗസൂലിനെ കുറിച്ച് പഠിച്ചോ, മുത്തഅല്ലഖ് ഫീൽ പഠിച്ചോ, മുഹ്മൽ പഠിച്ചോ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിൽ തന്നെ ഒരുപാട് ഘടകങ്ങൾ, അതിൻ്റെ ഉദാഹരണങ്ങൾ, അതിൻ്റെ കായികകൾ, നിയമങ്ങൾ. ഇനി നമുക്ക് ഈ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചെക്ക് ചെയ്യുന്ന ഒരു അവസരമാണ്. അതാണ് തംരീനാത്തു നാമ. ഇതുവരെ പഠിച്ച ഏതും ഇതിൽ വരാം. അപ്പോൾ അത് നിങ്ങളിത് കഴിഞ്ഞാൽ ഫുള്ള് നിങ്ങൾക്ക് എഴുതാനുള്ള ഭാഗമാണ്. അതാണ് തംരീനാത്തു നാമ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എഴുതാനുള്ള ഭാഗമാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് എഴുതാൻ പറഞ്ഞത് കൃത്യമായി എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ തംരീനാത്തു നാമയിലെ ഒന്നാമത്തെ ഭാഗം നോക്കൂ. ഒന്നാമത്തത് 3 ജുംല എഴുതാനാ പറയുന്നത്. അതിൽ മുബ്തദ ജമ്മു മുഅന്നസ് ആകണം, ഖബർ ഫിഅ്ല് മാളി ഇസ്തിംറാറിയും ആകണം. മനസ്സിലായോ? 3 ജുംല എഴുതുക. എന്താ പ്രത്യേകത? അതിൽ ഖബർ എന്താകണം? ഖബർ മാസി ഇസ്തിംറാറി ആവണം, ഫിഅ്ല് മാസി ഇസ്തിംറാറി. മുബ്തദയോ? മുബ്തദ ജമ്മു മുഅന്നസ് ആവണം. മനസ്സിലായോ? അങ്ങനത്തെ 3 ജുംല. ഇനി അടുത്തത് 3 ജുംല ലിഖിയ ജിൻമേ ഫേല് ഹാൽ കാ ഫായിൽ ജംഅ മുദക്കർ ഹോ. നേരത്തെ പറഞ്ഞ ഒന്നാമത്തതിൽ പറഞ്ഞതുപോലെ തന്നെ 3 ജുംല തന്നെ എഴുതേണ്ടത്. പക്ഷെ ഇതിൽ മാറ്റമുണ്ട്. ഫേല് ഹാലിൻ്റെ ഫായില് ജമ്മു മുദക്കർ ആവണം. ഫേല് ഹാല് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഫേല് ഹാലിൻ്റെ ഫായിൽ എന്തായി വരണം? ജമ്മു മുദക്കറായി വരണം. അങ്ങനത്തെ 3 ജുംല നിങ്ങൾ എഴുതുക. അപ്പോൾ 3, 6 ആയില്ലേ? മൊത്തം 6 ആയില്ലേ എഴുതാൻ? ഇനി നെക്സ്റ്റ് 3 ജുംല ലിഖിയെ 3 ജുംലകൾ എഴുതുക. ജിൻമേ ഫായിൽ മുഫ്രദ് മുഅന്നസ് और मफ़ऊल जम्मु मुज़क्कर हो और एक मुतअल्लिक़ फ़िअल मफ़ऊल भी शामिल हो. 3 ജുംല ഇത്. അതിൽ ഫായില് മുഫ്രദ് മുഅന്നസ് ആവണം, മഫൂല് ജമ്മു മുദക്കർ ആവണം. മനസ്സിലായോ? അതിനോട് കൂടെ തന്നെ ഒരു മുതഅല്ലിഖ് ഫിഅൽ മഫൂലായി ഉൾക്കൊള്ളണം. മഫൂൽ ജമ്മു മുദക്കർ ആവുകയും ചെയ്യണം. അതുപോലെ അതോട് കൂടെ തന്നെ മുതഅല്ലിഖ് ഫിഅൽ നമ്മൾ പഠിച്ചില്ലേ, അതും ഉൾക്കൊള്ളണം. മുതഅല്ലിഖ് ഫിഅൽ ആയിട്ടുള്ള ഒരു മഫൂലും അതിൽ ഉൾക്കൊള്ളണം. അങ്ങനത്തെ രീതിയിലുള്ള 3 ജുംല ഉണ്ടാക്കുക. ഇനി സേ और मैं के मायना बयान करते हुए दो जुमलों में इस्तेमाल कीजिए. സേ എന്നുള്ളതും മേ എന്നുള്ളതിൻ്റെയൊക്കെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് ഈ 2 ജുംലകൾ എഴുതുക. ഈ 2 ജുംലകൾ എഴുതുക. സേ അതുപോലെ മേ എന്നുള്ളത്. നെക്സ്റ്റ് 4 ജുംല ലിഖിയേ. എത്ര ജുംല എഴുതാ? 4 ജുംല എഴുതുക. ജിൻമേ സെ പഹലെ 2 ജുംലെ हाल इस्तिमरारी मजहूल पर और दूसरे 2 जुमले माजी इहतिमाली मजहूल पर मुश्तमिल हो. എന്താ പറഞ്ഞത്? 4 ജുംല ഉണ്ടാക്കുക. അതിൽ ആദ്യത്തെ 2 ജുംല ഹാൽ ഇസ്തിമറാറി മജ്ഹൂലിൻ്റെ മേലിൽ ഉണ്ടാക്കണം. ആ രീതിയിലാണ് വരേണ്ടത്. മൊത്തം 4 ജുംലയിൽ ഉണ്ടാക്കാൻ പറഞ്ഞു. അതിൽ 2 പറഞ്ഞു. ബാക്കിയുള്ള 2 ഏതിൻ്റെ മേലിലാണ് ഉൾക്കൊള്ളേണ്ടത്? മാസി ഇഹ്തിമാലി മജ്ഹൂല്. മാസി ഇഹ്തിമാലി മജ്ഹൂലിൻ്റെ മേൽ ഉൾക്കൊള്ളുന്ന 2. नेक्स्ट 6 अपने कॉलेज के बारे में एक फ़िक्रा लिखिए जो ज़मीर की सारी किस्मों पर मुश्तमिल हो. നിങ്ങളുടെ കോളേജിനെ കുറിച്ച് ഒരു ഗണ്ണിക എഴുതുക. അതിൽ ज़मीറിൻ്റെ എല്ലാ കിസ്മുകളും ഉൾക്കൊള്ളണം.
ദമീറിനുള്ള എല്ലാ കിസ്മുകളും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കോളേജിനെ കുറിച്ച് എഴുതുക. മനസ്സിലായല്ലോ? अपने कॉलेज के बारे में एक फ़िक्रा लिखिए जो ज़मीर की सारे किस्मों पर मुश्तमिल हो. इन किताब के बारे में चंद जुमले लिखिए जो सिफत की सारी किस्मों पर मुश्तमिल हो. പുസ്തകത്തിനെ കുറിച്ച് കുറച്ച് എഴുതുക. കിതാബ് കെ ബാരെ മേ ചന്ദ് ജുംല ലിഖിയെ, കുറച്ച് ജുംലകൾ പുസ്തകത്തെക്കുറിച്ച് എഴുതുക. ജോ സിഫത്ത് കി സാരി കിസ്മോं पर മുശ്തമിൽ ഹോ, എങ്ങനെയുള്ള സിഫത്തിൻ്റെ എല്ലാ കിസ്മുകളും. സിഫത്തിൻ്റെ കിസ്മുകൾ നമ്മൾ ഒരുപാട് പറഞ്ഞില്ലേ? പറഞ്ഞതായി ഓർക്കണില്ല ഞങ്ങൾ സിഫത്തിൻ്റെ കിസ്മുകൾ? എന്താ ആർക്കും ഓർമ്മയില്ലാത്ത? സിഫത്തിൻ്റെ കിസ്മുകൾ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെന്നാ ഓർമ്മയുണ്ട് എന്ന് പറയും. അപ്പോൾ ആ സിഫത്തിൻ്റെ കിസ്മുകൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളണം. ആ രീതിയിൽ നിങ്ങൾ എഴുതുക. ആ രീതിയിൽ നിങ്ങൾ എഴുതുക. അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. തംരീനാത്തുൻ ആമ്മയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇതുവരെയുള്ള ഇത്രയെല്ലാം ഉള്ള ഇനിയുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിൽ ഇത്ര എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി ഇനി ഒരുപാടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതിയിട്ട് അയക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.